ഹലോ വ്യൂവേഴ്സ്, ഞാൻ അരീബ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് എല്ലാ കൊല്ലവും ഒരുപാട് ന്യൂ ഇയർ റെസൊല്യൂഷൻ എഴുതും അല്ലേ. ഇക്കൊല്ലം ഞാൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ എഴുതിയിട്ടില്ല. അപ്പോൾ ഇക്കൊല്ലം എൻ്റെ മനസ്സിൽ ഞാൻ പതിപ്പിച്ച ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഉണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സാധാരണ ഞാൻ എൻ്റെ ന്യൂ ഇയർ, അതായത് ജനുവരി 1 സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ ഡയറിയിൽ എനിക്ക് ആരെങ്കിലൊക്കെ ആയിട്ട് ഡിസംബർ ആകുമ്പോഴേക്കും ഡയറി തരിട്ടുക. അതെൻ്റെ ഒരു ഭാഗ്യമാണ്. എല്ലാ ഡിസംബറിലും എനിക്ക് ഡയറി കിട്ടും. അപ്പോൾ ഞാൻ 1-ാം തീയതി എടുത്തിട്ട് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ അങ്ങ് എഴുതി വെക്കും. പിന്നെ ആ ഡയറിയിൽ പ്രത്യേകിച്ച് ഒരു 10-ാം തീയതി വരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അങ്ങോട്ട് എഴുത്തൊന്നും ഉണ്ടാവില്ല. ഇതാണ് എൻ്റെ എന്താ പറയുക, വർഷങ്ങളായിട്ടുള്ള ഒരു റൂട്ടീൻ. അല്ലെങ്കിൽ ഇതേ സംഭവം തന്നെ നല്ല ഭംഗിക്ക് വളരെ അപൂർവം കഴിഞ്ഞ കൊല്ലമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അൽമാറിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതി ഒട്ടിക്കും. എന്താ വെച്ചാൽ ഞാൻ മാത്രമല്ലേ കാണുള്ളൂ. കാരണം നടക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും എന്നെ കളിയാക്കില്ലല്ലോ എന്ന് കരുതിയിട്ട് ആരും കാണാത്ത അവിടെ കൊണ്ടുപോയി ഒട്ടിച്ചു വെക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താ പറയുക, ഡ്രസ്സ് എടുക്കാനൊക്കെ ഷെൽഫ് തുറക്കുമ്പോൾ ഞാനിത് കാണും, എന്നിട്ട് ഇതൊക്കെ ചെയ്യും എന്നൊക്കെയാണ് പ്ലാന്. പക്ഷെ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. കണ്ണ് പൂട്ടി തുറക്കുന്നതിന് മുന്നേ ജനുവരി ഡിസംബർ ആകും. അതൊരു എന്താ അറിയില്ല, അതങ്ങനെയാണ്. സമയം വർഷങ്ങളും മാസങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പ്ലാൻ ചെയ്ത് നോക്കാം. ഇന്ന ദിവസം ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകും, ഇന്ന കാര്യങ്ങൾ ചെയ്യും. അതൊരു പക്ഷേ നടന്നേക്കാം. അപൂർവം ദിവസങ്ങളിൽ മാത്രമേ അത് നടക്കാത്തുണ്ടാവുള്ളൂ. പക്ഷേ ഒരു മാസത്തേക്ക്, ഒരു കൊല്ലത്തേക്കൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള ആഗ്രഹം അത്രയും തീവ്രമായിരിക്കണം. അത് കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലാത്തത് കൊണ്ടാണ് എന്ന് തോന്നുന്നു എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒന്നും സെറ്റായി വരാറില്ല. അപ്പോൾ ഈ വട്ടം എഴുതാനൊന്നും ഞാൻ നിന്നില്ല. ഭയങ്കര മടിച്ചായിട്ടോ. ഇപ്പോൾ ഞാൻ ഈ വർഷം വിചാരിച്ചു, ഞാൻ ആ ഒരു കാര്യം മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ. അത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് തുടങ്ങും. പെർഫെക്റ്റ് ആവാൻ നിൽക്കില്ല, ഒന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കില്ല. ഇപ്പോൾ എൻ്റെ അടുത്തൊരു നല്ലൊരു വിഷയമുണ്ട്. ഒരു ചാനലിൽ ഒരു വീഡിയോ ആയി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കിട്ടിലും ടോപ്പിക് ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇതിപ്പോൾ ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ സബ്മിറ്റ് വിട്ടോണമെന്നൊന്നുമില്ല, ആരും ചെയ്യാത്തൊരു പുതിയ വിഷയമാണ്. അപ്പോൾ ഇത് വിഷയം ഇടുമ്പോൾ അത് സെറ്റാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിക്കുകയാണ്, എൻ്റെ മുഖത്തൊക്കെ കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഇതൊന്ന് ക്ലിയർ ചെയ്തിട്ട് അടുത്ത ആഴ്ച ഈ ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിക്കാം. അപ്പം അടുത്ത ആഴ്ച വരെ ചിലപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ പോയില്ല എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഈ ഒരു വിഷയം തന്നെ അടുത്ത ആഴ്ച പോയിക്കും ഞാൻ മറന്നു, വേറെ എന്തൊക്കെയോ ഒരുപാട് വിഷയങ്ങൾ എൻ്റെ ലൈഫിലോട്ട് വരും അല്ലേ. അങ്ങനെ ആ ഒരു ടോപ്പിക്ക് നടക്കാതെ പോകും. അപ്പോൾ ഈ വട്ടം ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്താ വെച്ചാൽ, ഒന്നും പെർഫെക്റ്റ് ആവാൻ നോക്കില്ല. എനിക്ക് എത്ര പെട്ടെന്ന് പറ്റുമോ, ആസ് സൂൺ ആസ് പോസിബിൾ, എപ്പോഴാണ് എനിക്ക് പറ്റുന്നത് അപ്പോൾ ഞാൻ ആ കാര്യം എത്രയും പെട്ടെന്ന് ചെയ്യും. എൻ്റെ ഫ്രണ്ട് ഹാഫിസ്, അവന് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള മൈക്കാണ് ഞാൻ വീഡിയോസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഞാൻ മുന്നേ മേടിച്ചിരുന്ന മൈക്ക് കേടുവന്നു പോയി. സോ അവന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മൈക്കാണ്. എന്നിട്ട് അവന് എപ്പോഴും അത് എന്നെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ തരും. എപ്പോഴും അവന് ഉപയോഗിച്ചതിലേറെ ആ ഒരു മൈക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാൻ ഞാനായിരിക്കും. അപ്പോൾ അത് വീട്ടിലിങ്ങനെ ഉണ്ടാകുമ്പോൾ ഞാൻ വീഡിയോസ് ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഇട്ട ദിവസങ്ങളുണ്ട്. അതായത് മാസങ്ങളോളം എൻ്റെ അടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ പോലും ഇട്ടില്ല. പല കാരണം കൊണ്ട് അത് ഇടാതെ നിന്നു. ഇപ്പോൾ ആ മൈക്ക് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ അയക്കാം, മൈക്ക് വന്നിട്ട് എനിക്ക് വീഡിയോസ് ഇടാം എന്ന് വിചാരിച്ച് നിന്നിട്ട് കാര്യമില്ല. മൈക്ക് വന്നിട്ട് നമുക്ക് ഇതിലും നല്ല വീഡിയോസ് ഇടാം. ഇപ്പോൾ ജസ്റ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇങ്ങനെ വോയിസ് ഇടുമ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, വോയിസ് പൊല്യൂഷനൊക്കെ ഉണ്ടാവും. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ മൈക്ക് കിട്ടിയാൽ അതിലും നന്നാക്കി ചെയ്യാം. ഇതാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. പെർഫെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല. അപ്പോൾ വരുന്ന ആഴ്ചയിൽ നിങ്ങൾ എൻ്റെ ഒരു ബിസിനസ്, ഒരു കുഞ്ഞു ബിസിനസ് ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത് ഇത്ര സിമ്പിളായിട്ട് ചെയ്യണോ, നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ഫണ്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കുറച്ചുകൂടെ മെഷീൻസൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തൂടെ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അപ്പോൾ എനിക്കുള്ള മറുപടി ഇതാണ്, അത്രയും ഫണ്ടും കാര്യങ്ങളൊക്കെ ഇറക്കി സെറ്റാക്കി പെർഫെക്റ്റാക്കി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റും പോലെ, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ജസ്റ്റ് തുടങ്ങും. ബാക്കി അത് ഡെവലപ്പായി അങ്ങനെ വരും. അങ്ങനെ എല്ലാ കാര്യവും ഈ കൊല്ലം ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും സ്പീഡിൽ, അത്രയും വേഗത്തിൽ ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നടന്നോളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം.
അതുപോലെ എൻ്റെ പ്രാർത്ഥനയിലും നിങ്ങളെല്ലാവരുടെയും ആഗ്രഹങ്ങളും ഒക്കെ നടക്കട്ടെ, എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.